ഈ ഒരു പച്ചയ്ക്ക് ജാതി പറയാൻ ബീഹാർ രാഷ്ട്രീയത്തിൽ പറയാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ഒരു 10 വർഷം മുമ്പായിരുന്നെങ്കിൽ ഇത്രയും വലിയ ഈ ചോദ്യങ്ങളോ ഈ രാഷ്ട്രീയത്തിലോ ജാതി പറച്ചിലോ ഒക്കെ ജാതി അവർക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എങ്കിലും ജാതിയും മതവും ഹിന്ദുത്വവും ഒക്കെ ഈ ഇന്ന് പറയുന്നത് പോലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഒരു 15 വർഷം മുമ്പായിരുന്നു, 20 വർഷം മുമ്പായിരുന്നെങ്കിൽ ബീഹാറിൽ നിന്ന് അടി കിട്ടുമായിരുന്നു എന്നാണ് പറഞ്ഞത്. കാര്യം ആ തരത്തിലേക്ക് ഒരു BJPയുടെ ഒരു പ്രത്യയശാസ്ത്രം വളരാനുള്ള ഒരു മണ്ണായി അതിനൊരു അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. BJP പലപ്പോഴും വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതേസമയം നമ്മൾ വോട്ടിങ്ങിൻ്റെ MLA-മാരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഈ നഷ്ടപ്രതാപം JDU തിരിച്ചു പിടിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. കാര്യം ഈ ലാലു പ്രസാദ് യാദവിൻ്റെ ഒരു 15 വർഷത്തെ ഭരണം അത് കാട്ടുഭരണമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയായിരുന്നു അവിടെ നരേന്ദ്രമോദി ചെയ്തിരുന്നത്. മാത്രമല്ല ഈ നിരന്തരം ഈ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന പുരുഷന്മാർ, മദ്യപിച്ച് അവരുടെ വരുമാനം മുഴുവനും മദ്യഷാപ്പിൽ കൊടുക്കുന്ന ആളുകൾ മിക്കവാറും അങ്ങനെയുള്ള കുടുംബങ്ങളായിരുന്നു ബീഹാറിൽ. ഈ ഒരു സുമോദേ, അതൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മദ്യപന്മാരുള്ള ഒരു സംസ്ഥാനമൊന്നും അല്ല ബീഹാർ. മദ്യം അവിടെ ഒരു വലിയ സാമൂഹ്യ തിന്മയോ സാമൂഹ്യ പ്രശ്നമായിരുന്നില്ല. അതർവൈസ് അവിടെ ഒരു വ്യാജമദ്യ ദുരന്തം ഉണ്ടായതൊഴിച്ചാൽ അത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ BJPക്ക് ജയിക്കാൻ ആവശ്യമായ ചില നറേറ്റീവുകൾ നേരത്തെ തന്നെ സൃഷ്ടിക്കപ്പെടുകയാണോ എന്നാണ്. അതായത് ഹിന്ദുത്വ രാഷ്ട്രീയം അവിടെ കിനിഞ്ഞിറങ്ങുന്നു, മദ്യം നിരോധിച്ചാൽ ബീഹാറിലെ ആളുകൾ മുഴുവൻ BJPക്ക് വോട്ട് ചെയ്യും, 10,000 രൂപ കൊടുത്താൽ സ്ത്രീകൾ എല്ലാവരും വരുന്നു, ഇങ്ങനെയുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതിനപ്പുറം നമ്മൾ അവിടെ നേരിട്ട് കണ്ട എത്രയോ കാഴ്ചകളുണ്ട്. ജനങ്ങളുടെ രോഷം, തൊഴിലില്ലായ്മ, ഇതെല്ലാം അവിടെ നീറുന്നൊരു പ്രശ്നമായിരുന്നു. പക്ഷേ ഈ തൊഴിലില്ലായ്മയും എല്ലാം ജനങ്ങളുടെ നേരിടുന്ന പ്രശ്നമാണ്. ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അവർ JDUവിനെ ഇപ്പോൾ ഈ നമ്മൾ പോയ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ ഒരു ചായ വിൽപ്പന നടത്തുന്ന ഒരു സ്ത്രീയുണ്ട്. അവരോട് ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു വോട്ടിങ്ങാണ് ചെയ്യുന്നത്? കാര്യം അവിടെ ചായ കുടിക്കാൻ വരുന്നവർ മുഴുവനും കോൺഗ്രസ്സുകാരായ ആൾക്കാരാണ്. പക്ഷേ അവർക്ക് ഒരു 10,000 രൂപ JDUവിൻ്റെ നിതീഷ് കുമാറിൻ്റെ ഒരു 10,000 രൂപ അവരുടെ അക്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് വീണ്ടും വീണ്ടും നമ്മൾ ചോദിക്കുമ്പോൾ ഒരു നിതീഷ് കുമാറിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഈ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് വോട്ട് വന്നത്, ഈ തുക വന്നത് വലിയ തരത്തിലുള്ള ഒരു നേട്ടമായിട്ടുണ്ട്. പിന്നീട് ഈ നരേന്ദ്രമോദി നേരിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നത്, ഇതുകൂടാതെ ഈ അവിടെ ഈ ആമ്പലിൻ്റെ വിൽപ്പന നടത്തുന്ന പ്രത്യേക കോർപ്പറേഷനുകൾ രൂപീകരിക്കുന്നു. ആ മേഖലയിൽ VIP-ക്കായിരുന്നു സ്വാഭാവികമായും ആ മേഖലയിൽ സ്വാധീനമുണ്ടായിരുന്നത്. ആ മേഖലയിൽ നിന്ന് മഖാന കോർപ്പറേഷൻ അത് ഒരു 18, 20, 25ഓളം സീറ്റുകളെ തന്നെ സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ്. അവിടെ പ്രത്യേക കോർപ്പറേഷൻ രൂപീകരിക്കുന്നു, അതിന് കൂടുതൽ ഫണ്ട് കൊടുക്കുന്നു. ഒരു കേരളം ഇപ്പോൾ ഒരു എയിംസിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, വർഷങ്ങളായി ചോദിക്കുമ്പോൾ ബീഹാറിന് 2ാമത്തെ എയിംസ് കൊടുക്കുന്നു. അങ്ങനെ ഒരു മോദിയുടെ ഒരു കൈയയഞ്ഞ സഹായം ബീഹാറിലേക്കുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ബീഹാറിൽ പ്രധാനമായി ചർച്ച ചെയ്തത്. മാത്രമല്ല, ഈ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, കേന്ദ്ര ബജറ്റ് ഡൽഹിയിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് ബീഹാർ ബജറ്റ് എന്ന് പറഞ്ഞ് ഒരു പരിഹസിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ബാക്കിയുള്ള 26 സംസ്ഥാനങ്ങൾ എതിരായാൽ പോലും ബീഹാറിൻ്റെ ബജറ്റാണ് നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും ഒരു അനുകൂലമാകുന്നത് അത് ബീഹാറിൽ തന്നെയാണ്. അങ്ങനെ ഒരു ഏതെങ്കിലും ഒറ്റഘട്ടത്തിൽ മാത്രമല്ല. ഇപ്പം ഞാൻ നേരത്തെ അജിംസ് ചോദിച്ച ചോദ്യത്തിനാണ് ഇപ്പോൾ നേരത്തെ ഒരു മറുപടി പറഞ്ഞിരുന്നത്. BJPയുടെ ഒരു പ്രത്യയശാസ്ത്രം കൂടി വളരാനുള്ള ഒരു സാഹചര്യം കൂടി അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറമാണ് ഈ നിതീഷ് കുമാറിൻ്റെ ഒരു പ്രഭാവം ഉണ്ടാകുന്നത്. നിതീഷ് കുമാറിന് സ്ത്രീകളുടെ വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. കാര്യം നമ്മൾ നേരത്തെ കണ്ടതാണ് എത്ര ശതമാനമാണ് പോളിംഗ് നടന്നു എന്നുള്ളത്. കാര്യം 62.98 പുരുഷ വോട്ടർമാർ വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം 71.78 ആയിരുന്നു. പല പോളിംഗ് ബൂത്തിലും നീണ്ട നിര തന്നെയായിരുന്നു സ്ത്രീകളുടെ വോട്ട് ചെയ്യാൻ എത്തിയ സ്ത്രീകളുണ്ടായിരുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒറ്റ ഘടകത്തിൽ മാത്രമല്ല, ഒരു ബഹുമുഖമായ കാരണങ്ങളാണ് ഈ ഒരു BJP NDA സഖ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും BJPയിൽ നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പ്രഭാവം തിരിച്ച് പിടിക്കുകയാണ്. അതിന് കേവലം ഈ BJPയുടെ സഹായം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം, അതിന് ഉപരിയായിട്ട് അദ്ദേഹം ഈ 10,000 രൂപ ഈ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നത് അടക്കമുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ട കാരണമായി. മാത്രമല്ല, ഈ തങ്ങളുടെ ഈ പെൻഷൻ
പദ്ധതി വർദ്ധിപ്പിക്കും, അത് പെൻഷൻ പദ്ധതി 1000 രൂപ അല്ലെങ്കിൽ 1500 രൂപയ്ക്ക് വർദ്ധിപ്പിക്കും എന്ന് ഇലക്ഷന് മുമ്പായിട്ട് തന്നെ തേജസ്വി യാദവ് പ്രഖ്യാപിക്കുമ്പോൾ ആ ദിവസം തന്നെ ആ ആഴ്ച തന്നെ 400 രൂപയായ പെൻഷൻ 1100 രൂപയായി വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ നിതീഷ് കുമാർ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണോ തേജസ്വി യാദവ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിനെല്ലാം മറികടക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ തേജസ്വി യാദവ് എന്ത് ചെയ്യും, ഭാവിയിൽ എന്ത് ചെയ്യും എന്ന് പറയുന്ന കാര്യങ്ങൾ അവർ പ്രസന്റിൽ തന്നെ ചെയ്യാനായി നിതീഷ് കുമാറിന് എന്ന ആ രാഷ്ട്രീയ തന്ത്രജ്ഞന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഒരു വിജയം കൂടിയാണ് നാം ഇവിടെ കാണുന്നത്.